ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റവ കൊണ്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ദോശയും ബൺ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാനും എളുപ്പം. ഒരേ മാവ് കൊണ്ട് 2 തരത്തിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. ചെറിയൊരു സവാള എടുക്കാം, ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ചെറിയൊരു പീസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ചെറുതായി മുറിച്ചെടുക്കാം. എടുത്തിട്ടുണ്ട്, അതും ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുട്ടികളിലവരാണെങ്കിൽ പച്ചമുളക് വീണമെന്നില്ല. കുറച്ച് മല്ലിയിലയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വെജിറ്റബിൾ വേണ്ടെങ്കിലും ചേർക്കാം. ഇനി വെജിറ്റബിൾ ഇല്ലാതെ ഉണ്ടാക്കാം, പക്ഷേ വെജിറ്റബിൾ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ അറിയാതെ അതൊക്കെ അങ്ങ് കഴിക്കുകയും ചെയ്യും. ഈ വെജിറ്റബിളൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഓയിലൊഴിച്ച് കടുക് പൊട്ടുന്നതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ചേർത്ത് നന്നായിട്ട് വഴറ്റും. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. പച്ചക്കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ മാറ്റി വെക്കാം. ബൺദോശ ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ്. അതിനു വേണ്ടി റവ എടുക്കാം. ഇതിലേക്ക് തൈര് ചേർക്കാം. ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളവും ചേർത്ത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മാവ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യാം. ഇതിലേക്ക് പച്ചക്കറി ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. ഉപ്പ് ചേർക്കാം. കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. അധികം ലൂസാകേണ്ട ആവശ്യമില്ല. കുറച്ച് ഇതുപോലത്തെ ഇതിനെ തന്നെയാണ് ചുട്ടെടുക്കേണ്ടത്. സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ബൺദോശയുടെ 1 സ്പൂണ് കൂട്ട് ഇതിലേക്ക് കൂടി വെച്ച് കഴിക്കും. ഇതായിട്ടുണ്ട്. ഇതിന് മറ്റേ ഭാഗം ബൺദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. ബൺദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. സവാള ചേർക്കാം. ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. തേങ്ങയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതായിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ചട്നിയെ അരച്ചെടുക്കാം. ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. അടുത്തത് തേങ്ങാ ചട്നി എടുക്കാം. അതിനു വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർക്കാം. ചെറിയൊരു പീസ് പുളി ചേർക്കാം. പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും ചേർക്കാം. ഉപ്പും ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. ഒഴിക്കാം. കടുകും വറ്റൽ മുളകും കരിവേപ്പിലയും 2 തരത്തിലെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. തക്കാളി ചട്നിയും
തേങ്ങാ ചട്നി. വൻദോശ കാണാനും അടിപൊളി, തിന്നാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റൊക്കെയാണ് ഈ വൻദോശ. വൻദോശ മുറിച്ച് കാണിച്ചു തരാം. വൻദോശ ഇത്രയും നല്ലൊരു സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ട നല്ല നനയ്ക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പലപ്പോഴും ദോശയ്ക്ക് തിന്ന് മടുക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. സെയിം ദോശമാവ് കൊണ്ട് വേറൊരു തരത്തിലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അതും നല്ല ടേസ്റ്റുള്ള ദോശയാണ്. സെയിം പച്ചക്കറിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. അത് നന്നായിട്ട് ഒന്ന് ഫ്രൈ, മുളക് മണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കാം. അപ്പം ആ ദോശയ്ക്ക് ഒരു കളറൊക്കെ ഉണ്ടാവും. ഇതായിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. ഈ പച്ചക്കറി മസാല ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർക്കാം. അപ്പം ഈ മാവിന് നല്ലൊരു കളറും ഉണ്ടാവും. ദോശമാവ് കൊണ്ട് ഇതുകൊണ്ട് 2 തരത്തിലെ വൻദോശയും ഉണ്ടാക്കാം, വേറൊരു ടൈപ്പ് ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. അത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. കുറച്ച് പശു നെയ്യ് ഒഴിക്കുക, വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ റവ ദോശ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പം, കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല സോഫ്റ്റും കൂടിയാണ് ഈ ഒരു റവ ദോശ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. റവ കൊണ്ടുള്ള ഈ 2 ബ്രേക്ക്ഫാസ്റ്റും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.